ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻഡസ്ട്രി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, നമ്മുടെ സ്വന്തം മോളിവുഡ് ഇൻഡസ്ട്രി എങ്ങോട്ടാണ് പോകുന്നത്? യെസ് ഗൈസ്, ഇന്നലെ നമ്മുടെ ഗഗനചാരി പടം കണ്ടു. മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്ര എക്സ്പെരിമെന്റൽ മൂവി, ഓ വാ. നമ്മൾ ഹോളിവുഡിലോ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മൂവീസ്, എസ്പെഷ്യലി ഹോളിവുഡിൽ 2050 2060 അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഒരുപാട് മൂവീസ് കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന കടലിൽ, ചന്ദ്രനിൽ, ആകാശത്തുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് കൊണ്ടുവരിക, അതും കുറഞ്ഞ ബഡ്ജറ്റിൽ. വാ, ആരെ കൊണ്ടുവന്ന്? അരുൺ ചന്ദ്, നമ്മുടെ സംവിധായകൻ. ഗഗനചാരി ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോയുടെ പടം കാണുന്നത് ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. പടം കുറച്ചു കാലമായി നമ്മൾ കാത്തിരിക്കുന്നത്, ഏകദേശം 2 വർഷമായി തോന്നുന്നു. ഒരു പക്ഷേ ഈ പടം ഇപ്പം ഇറങ്ങിയത് അരുൺ ചന്തുവിനും ഈ പടത്തിന്റെ ഓൾ ക്രൂവിനും ഒരു ഭാഗ്യം എന്ന് ഞാൻ പറയും. കാരണം പീക്ക് ടൈമാണ്, നല്ല സമയത്താണ് ഇറങ്ങിയത്. കാരണം ഒരുപാട് മൂവീസ് ഇവിടെ സക്സസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു, പല ജോണറിലെ മൂവി ഇവിടെ അടിച്ച് പൊളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഭീരം. അപ്പോൾ അത് ആയിരുന്നാൽ അരുൺ ചന്ദിന്റെ സംവിധായകൻ നമിച്ച് ചെറിയൊരു ബഡ്ജറ്റിൽ അതിൽ VFSഉം ക്രിയേറ്റിവിറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട് കൊണ്ടുവന്നുള്ള രീതി, അത് ഇംപ്ലിമെന്റ് ചെയ്തുള്ളത്. വാ, ഇയാളെ സ്കില്ല്, ഇയാളെ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഈ പടം ചിന്തിച്ചു പോകും. മോശമായി എന്നല്ല പറഞ്ഞു, കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും പൈസ പമ്പ് ചെയ്യാൻ പ്രൊഡ്യൂസറിൽ അധികം ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ലെവൽ സാധനമായിരുന്നു ഒന്നും കൂടി. അല്ലെങ്കിൽ ലെവലാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു പടം. അതാണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഗഗനചാരി എന്നൊരു പടത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. 2 വർഷം മുമ്പ് ഇറങ്ങേണ്ട പടമായിരുന്നു, ഇപ്പം ഇറങ്ങിയത് ഭാഗ്യം. ഇപ്പം ഈ ആഴ്ച ഇറങ്ങി 3ാമത്തെ പടം കാണുന്നത്. 3 പടം 3 ഡിഫറെന്റ് ജോണറിൽ 3 നന്നായിട്ടുണ്ട്. ഉള്ളവർക്ക് കണ്ട് ഞാൻ ഫസ്റ്റ് പറയാനില്ല. ഡീറ്റെയിൽ വീഡിയോ റിവ്യൂ ആയിട്ടുണ്ട്. നടന്ന സംഭവം കണ്ടു, അതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒപ്പീനിയൻ ഇന്നലെ ഗഗനചാരി കണ്ടു. ഇതൊരു കോമഡി സൈഫൈ വിഭാഗത്തിൽ പെടുന്ന ഒരു പടമാണ്. 2040 നടക്കുന്ന ഒരു കഥ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്യഗൃഹ ജീവികളൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളം പ്രളയമൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്ത് വീണ്ടും അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നെഹ്റു സ്റ്റേഡിയം കാണിക്കുന്നുണ്ട്, കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ് കാണിക്കുന്നുണ്ട്. കേരളം ഒരുപാട് ദുരന്തങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥ നമ്മൾ ആ സ്ക്രീനിൽ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര ഫിലിമിൽ കാണുന്ന സമയത്ത് വേറെ റിയാലിറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ട് ഡിപ്പാർട്ട്മെന്റ് നമിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം. അവരൊക്കെ ഗംഭീരമാണ്. ഇതിൽ എല്ലാവരും പെർഫോമൻസ് ഗംഭീരമാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ബാക്കപ്പ് ടീം, VFS എല്ലാം ഒന്നും പറയല്ലേ. BGM, ടെക്നിക്കൽ ടീം അഴിഞ്ഞാടിയിട്ടുണ്ട്, ഒരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസുകൾ, ഗോകുൽ സുരേഷ്, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടോ. ഗോകുൽ സുരേഷ് വേറെ റേഞ്ച് സാധനമാണ്. അത് ഇൻഡസ്ട്രിയിൽ കോമഡി ആക്ഷനൊക്കെ പിടിക്കാവുന്ന സുരേഷ് ഗോപിയുടെ മകൻ തന്നെ. പക്ഷെ സുരേഷ് ഗോപി ഇത്ര വൃത്തിയായിട്ട് കോമഡി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. മഞ്ഞങ്കൾ എന്നൊരു പടത്തിലാണ് കോമഡി വേഷം ചെയ്തിട്ടുണ്ട്, മിന്നൽ പ്രതാപനം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇതൊരു വേറെ സാധനം, ഫുൾ കോമഡിയാണ്. രക്ഷയില്ലാത്ത കോമഡികളാണ്. സിറ്റുവേഷൻ പടത്തിലെ ഡയലോഗ്സും അതിലെ BGM ഒക്കെ ഇത് വരുന്നുണ്ട്. അത് വെറുപ്പിക്കാത്ത രീതിയിൽ കുറെ കോമഡി ചെയ്തിട്ടുണ്ട്. ഇയാള് രക്ഷയില്ലാട്ടോ. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ടൊരു രക്ഷയില്ലാത്തൊരു ക്യാരക്ടർ. അജു വർഗീസ്, എന്ത് വൈബവ് ആളെന്നെ സ്വയം വിശേഷിക്കുന്ന വൈബാണ്. ആൾ വൈബിന്റെ ആളാണ്. കഴിഞ്ഞാൽ അടിക്കുന്ന 2 അടിക്കുന്ന, ചില്ല് ചെയ്യുന്ന, സെറ്റ് ചെയ്യുന്ന ഒരു വൈബ്. അപ്പൊ അത് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു യൂത്തിന്. ആൾ കുറെ ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രളയം കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ആളെ മൈൻഡൊക്കെ സെറ്റ് ചെയ്ത് ഇന്റർനെറ്റ് പുസ്തകങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് പോകുന്നില്ല. അപ്പൊ ആള് ഈ ഇൻഡസ്ട്രിയെ മൊത്തം മാറി ഫുൾ വൈബ്. നല്ല ക്യാരക്ടർ. പഴയ ജീവനൊക്കെ കുറെ ഭാഗങ്ങൾ കണക്ട് ആയി അടിപൊളിയായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. അനാർക്കലി വരയ്ക്കാർ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ 2 പട്ടാളക്കാരെ ആൾക്കാർ വരുന്നുണ്ട്. അവർ നല്ല അഭിനയമാണ് കേട്ടോ. ഒരു നമ്പൂതിരിയുടെ പൂന്നൂലൊക്കെ ഇട്ടുള്ള ആളുണ്ട്, ആള് നൈസായിട്ടുണ്ട്. 2 പേര് ആള് തുമ്പത്തുണ്ട് വിട്ടു. 2 നന്നായി ചെയ്തിട്ടുണ്ട്. അനാർക്കലി വരയ്ക്കാർ നൈസ്. ആള് അടുത്ത കാലത്തൊക്കെ ഭയങ്കര സെലക്റ്റീവ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മന്ദാഗിരിക്ക് ശേഷം ചെയ്യുന്നൊരു മൂവി കൂടിയാണ്. അടിപൊളിയാണ്, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ കോസ്റ്റ്യൂംസ് കാര്യങ്ങൾ എല്ലാവരും കോസ്റ്റ്യൂംസ് കിട്ടും കേട്ടോ. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം എടുത്ത് പറയും. പിന്നെ നമ്മുടെ ഗണേശേട്ടൻ ഇങ്ങേരുണ്ടല്ലോ, ഇങ്ങനെ വേറെ ലെവലിലെ പിന്നെയാണ്. കുറെ കാരികൾച്ചറൊക്കെ പിടിച്ചിട്ട് എന്താ ചെയ്തുള്ളൂ. വൈബ് സാധനം. യോ, ക്യാരക്ടർ രക്ഷയില്ലാണ്ട് ഇനി പടത്തിന്റെ നെടുന്തൂണാണ്. ഇങ്ങനെ പടം കാണുമ്പോൾ ഫീൽ ചെയ്യും. ഞാൻ പറയുന്നില്ല. പിന്നെ അനാർക്കലി മരക്കാർക്ക് വോയിസ് കൊടുത്തിട്ടുള്ള ഒരാളുണ്ട്, ഞാൻ പറയുന്നില്ല. നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേറെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ എലിയാമ്മ, എനിക്ക്
ആയിട്ടുള്ള ഗൂഗിൾ സുരേഷ് പ്രണയമൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അന്യഗ്രഹി ജീവിയോട് പ്രണയം തോന്നിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഒക്കെ ചോദിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് വോയിസ് ഒരു മലയാളത്തിലെ പ്രമുഖ നടിയുടെ വോയിസ് ആണ്. അപ്പൊ അതായിട്ട് കണക്ട് ചെയ്ത കുറെ സീനുകളൊക്കെ ഉണ്ട്. ഭയങ്കര രസം പിടിച്ച സാധനങ്ങളാണ്. വിക്ടർ എന്നാണ് ഗണേഷിന്റെ പേര്. നാളെ ഡ്രീം ചന്ദ്രനിൽ പോകാന്നൊക്കെയാണ്. ക്ലൈമാക്സിൽ ആ ഡ്രീമൊക്കെ ആള് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തില് എന്താ പറയാ, ഈ 2040 ജനറേഷനിൽ വരുന്ന കാര്യങ്ങള്, ടെക്നോളജി, നമ്മുടെ അവിടുത്തെ ആ സമയത്തുള്ള വീടുകള് ഒക്കെ ഭയങ്കര കണക്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോൾ ചെയ്യുന്നുണ്ട്. രാഘവൻ അമ്പ്ര എന്ന് പറയുന്ന നമ്മുടെ വിക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഗണേഷിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. അത് കിഡുവാണ്. ആളെ വോയിസും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ബഹുമാനം കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി അമ്പ്ര എന്നൊക്കെ പറയുന്ന സീനുണ്ട്. ഒരു രക്ഷയില്ല. അതുപോലെ കുറച്ച് പൊളിറ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പടത്തിൽ. അത് ഗംഭീര പൊളിറ്റിക്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2040 ആണല്ലോ, അപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങൾ വന്നു. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൊളിറ്റിക്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊന്നൊരു മാറ്റമാണ് അജയ് സേന. അജയ് സേന പറഞ്ഞാൽ ഏകദേശമൊക്കെ ചിന്തിക്കുക. അപ്പോൾ അതിനെതിരെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണും നിങ്ങൾ. അപ്പോൾ ഡിഫൻസ് ഭാഗമായിട്ട് അജയ് സേനയെ കൊണ്ട് ചീപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേരളത്തിൽ നടക്കുന്ന കുറച്ച് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട്. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ പൊളിറ്റിക്സ് പറഞ്ഞ രീതിയൊക്കെ 2040 നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ 2040 ബീഫ് പൂർണ്ണമായിട്ട് നിരോധിച്ചു കേട്ടോ. ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി. അതിനൊക്കെ ഭയങ്കര സ്ട്രൈക്കും പ്രോബ്ലംസും കിട്ടാനൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മള് കള്ളച്ചന്തയിലൊക്കെ വാങ്ങിക്കില്ല, അങ്ങനെ കിട്ടുള്ളൂ. അപ്പം അത് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പം അതിനെതിരെ നമ്മൾ വേറെ പ്രൊഡക്റ്റ് ഇവിടെ ഇറക്കുന്നുണ്ട്. ഗീഫ്, ഗോട്ടും ബീഫും കൂടി മിശ്രിതമായിട്ട് സാധനമൊക്കെ മിക്സ് ചെയ്തിട്ട് സാധനം. അപ്പം അത് ഉണ്ടാക്കി തരുന്നൊക്കെ ഒരു സീനുണ്ട്. പടത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പൊളിറ്റിക്സ് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നത്, ആരുദ്ദേശിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പെട്രോൾ നിരോധനം വരുന്നുണ്ട്. പെട്രോൾ കിട്ടാനില്ല, സ്കോർ ചെയ്യണം പോയിന്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വണ്ടികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അറിയാലോ. അപ്പം അതേ രീതിയിലേക്ക് മാറുന്നുണ്ട്. അതിനൊക്കെ സ്ട്രൈക്ക്, യുദ്ധം വരെ വരുന്നുണ്ട്. നിരോധനത്തിന്റെ ഭാഗമായിട്ട് യുദ്ധം വരുന്നുണ്ട്. പെട്രോൾ നിരോധനത്തിന്റെ ഭാഗമായിട്ട് 2040 നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളോട്ടൊക്കെ. മൊത്തത്തിലൊരു പരീക്ഷണ എക്സ്പീരിമെന്റൽ മൂവിയാണ്. VFS ഒക്കെ വേറെ ലെവലാണ്. ഇവർ ചെയ്തു വെച്ചിട്ടുള്ള ഈ ബഡ്ജറ്റ് വൈസ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫോമൻസുകൾ A to Z കാര്യങ്ങൾ. പിന്നെ ടെക്നോളജി പരമായിട്ട് കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ നമുക്കറിയാം. 2040 പറയുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അന്യഗ്രഹങ്ങൾ, അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വർക്കുകൾ പിന്നെ മൊത്തത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവി, 100% തിയേറ്റർ എക്സ്പീരിയൻസിന്റെ മൂവി. ഒരു പരീക്ഷ ചിത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ പോയി ടിക്കറ്റ് എടുക്കുക. അതിഗംഭീര പെർഫോമൻസ്, ചിരിച്ച് എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടമാണ്. ഞങ്ങൾക്ക് നല്ല സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ ഫാമിലിയൊക്കെ ഉണ്ട്. ഫുൾ ചിരിയൊക്കെയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. മതി പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റിയ എക്സ്പെരിമെന്റൽ മൂവി. ഇതെന്റെ അഭിപ്രായം മാത്രമാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ ഇതാവില്ല. അതുകൊണ്ട് പടം കാണാം. ഇതിങ്ങനത്തെ ഒരു മൂവിയാണ്. നിങ്ങൾക്ക് മൂവി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. പടം തുടങ്ങും മുതൽ ആ മൂഡ് പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ വേറെ രക്ഷയില്ല. സമയം പോയത് അറിഞ്ഞില്ല. ചെറിയൊരു ബഡ്ജറ്റില് ചെറിയൊരു ക്രൂ ഒക്കെ വെച്ചിട്ട് ചെയ്ത പടമാണ്. ഇതിലെല്ലാവരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ടെക്നിക്കൽ ടീം, മൊത്തം ടീമിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അരുൺ ചന്തുവാണ് ഡയറക്ടർ. റൈറ്റൺ ബൈ ആൾ തന്നെയാണ്. സിനിമോഗ്രാഫി സുർജിത്, എഡിറ്റ് അരവിന്ദ്, മ്യൂസിക് ശങ്കർ ശർമ്മ. അതുപോലെ എല്ലാ മേഖലയിലും അടിപൊളിയാണ്. അപ്പോൾ പോയി കാണുക, ടിക്കറ്റ് എടുക്കുക, ഒന്നും ആലോചിക്കേണ്ട. പോയി ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അടിപൊളി മൂവി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്. അപ്പോൾ മലയാള സിനിമ പ്രൗഡ് ഓഫ്. ബൈ.